എക്സ്റ്റീരിയർ ചെയ്തോളൂ ആദ്യം. ഓക്കെ, ഫസ്റ്റ് എക്സ്റ്റീരിയർ നോക്കണം അല്ലേ? അതെ. ഓക്കെ, നമുക്ക് പ്ലാനിലേക്ക് പോവാം. പ്ലാനില് സിറ്റ് ഔട്ട്, നേരെ വരുന്നത് ഇവിടെ പൂജാമുറി, അതിനുശേഷം ലിവിംഗിലേക്ക് വരുന്നു, ലിവിംഗിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്നു, അതിനുശേഷം കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ്, പിന്നെ ഒരു സ്റ്റെയർ ഏരിയ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുമ്പോഴേക്കും ഒരു ബെഡ്റൂം വിത്ത് ബാത്റൂം, ഒരു ഹാൾ ലിവിംഗ്, ഒരു അപ്പർ ലിവിംഗ് ഉണ്ട്, പിന്നെ ഒരു ഹാൾ ഉണ്ട്, പിന്നെ ബാൽക്കണി. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് അറിയേണ്ട കാര്യം, നമ്മളിത് പ്രീമിയം വർക്ക് ആയിട്ടാണോ അതോ ഒരു മീഡിയം വർക്ക് ആയിട്ടാണോ ചെയ്യുന്നത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. മീഡിയം. മീഡിയം. ഓക്കെ, ഈ എക്സ്റ്റീരിയറിൽ എന്തെങ്കിലും റെഫറൻസ്, എന്തെങ്കിലും മോഡൽ കൈവശം ഉണ്ടോ? എക്സ്റ്റീരിയർ ഉണ്ട്, 2-3 ഉണ്ട്. ഉള്ളത് എനിക്കൊന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ കൈവശമുള്ളത് ഞാനും ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ നമ്മുടെ ബാൽക്കണിയിൽ സ്ലൈഡിംഗ് ഡോർ ഒക്കെ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഗ്ലാസ് ഡോറിന് സ്ലൈഡിംഗ് ഡോർ അല്ല, നോർമൽ ആണോ? നോർമൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലാസ് ഐറ്റംസ് അധികം ഉൾപ്പെടുത്തുന്നില്ല. വേണ്ട. ഓക്കെ, വുഡ് ആണോ നോക്കുന്നത്? ഫർണിച്ചേഴ്സ് ഒക്കെ വുഡിലാണ് ചെയ്യുന്നത്? അതെ അതെ. ഓക്കെ, ഈ മറ്റേ നമ്മുടെ റൂഫ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? സ്ലോപ്പ് ആണോ അതോ ബോക്സ് ടൈപ്പ് ആണോ? ബോക്സ് ടൈപ്പ്, രണ്ടും കൂടി വരുന്ന രീതിയിൽ ആയിരിക്കണം. അത് കാണുമ്പോ ഏറ്റവും ഭംഗിയാവുന്നതാണോ അത്. അതായത് ഒരു മോഡേൺ അല്ല, ട്രഡീഷണൽ അല്ല എന്നുള്ള ഒരു ഇത്. അതെ. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്ലാനിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെ പ്ലാനിൽ ഒരു മാറ്റമില്ലല്ലോ. പ്ലാനില് മാറ്റമില്ല. നമ്മുടെ മേലെ അപ്സ്റ്റെയർ വരുന്നില്ലേ? എന്താണ് അപ്സ്റ്റെയർ വരുന്നില്ലേ? അപ്സ്റ്റെയർ. ഓക്കെ, അപ്സ്റ്റെയറില് ഹാള് എന്ന് പറഞ്ഞ ബെഡ്റൂം ആക്കാനുള്ള ഒരു ഇതിലാണ്. അപ്സ്റ്റെയറിലെ ഹാള് ബെഡ്റൂം ആക്കാനായിട്ട്. അതെ. ഈ ഹാളാണോ? അല്ലല്ല, ഇപ്പുറത്ത് ഇവിടെ വരും. ഇത് ബെഡ്റൂം ആക്കാനായിട്ടാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണോ അതോ അങ്ങനെ ചെയ്യണമെന്നാണോ? അതെ, അങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യണം. ഓക്കെ, ബെഡ്റൂം ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ബെഡ്റൂം കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്യാനാണ്. ഓക്കെ, ഇതിലെ വിൻഡോസിന്റെ ഡയമെൻഷൻസ്, പൊസിഷൻ, അതായത് അതിന്റെ മെഷർമെന്റിലൊന്നും മാറ്റമൊന്നുമില്ലല്ലോ? വിൻഡോ, ജനലോ ഒന്നും? വിൻഡോ നമുക്ക് 2 കോർണറായിട്ട് ചെയ്തൂടെ? 2 കോർണറായിട്ട് വലിയ വിൻഡോ ചെയ്തൂടെ? ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു കോർണറായിട്ട് ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. അപ്പൊ എക്സ്റ്റീരിയർ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രക്ചർ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഫുൾ സ്ട്രക്ചർ നമ്മൾ ചെയ്യും. പറഞ്ഞേക്കുന്നത് ഇന്റീരിയൽ മിക്സ്, മോഡേൺ വിത്ത് ട്രഡീഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മോഡേൺ അല്ല, എന്നാലും ട്രഡീഷണൽ അല്ലാത്ത രീതിയിലുള്ള ഒരു ഇന്റീരിയൽ. ഓക്കെ, ഇതിൽ സ്റ്റോൺ വർക്ക്, ഗ്ലാഡി വർക്ക്, പിന്നെ പാരപ്പറ്റ്, അങ്ങനെ പർഗോള അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ? അതിലിപ്പോ നമുക്ക് വേറൊരു സജഷൻ പറയാനുള്ളത്, നമ്മുടെ സ്റ്റെയർ ഇല്ലേ? സ്റ്റെയർ താഴത്തെ ബെഡ്റൂമിന്റെ അവിടുന്ന് കയറാൻ പറ്റൂലേ? നമ്മളെ ഇതിപ്പോ ഇതില് കാണിച്ചാൽ പ്ലഗ് വോയിസ് അല്ലല്ലോ. വോയിസ് ക്ലിയർ ആവുന്നില്ല കേട്ടോ, ഒന്ന് ക്ലിയർ ആക്കി പറ. നമ്മളെ സ്റ്റെയർ ഇല്ലേ, അത് ലാൻഡിങ് വരുന്നത് ഫുള്ള് ലാൻഡിങ് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ഇന്റീരിയൽ ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സ്റ്റീരിയൽ അല്ലേ ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, സിറ്റ് ഔട്ട് ഇത്രയും വീതി, പിന്നെ 2 പടിയുള്ള സിറ്റ് ഔട്ട് അല്ലേ? കാർ പോർച്ച് ഇല്ലല്ലോ? ഇല്ലല്ല, അതില് പോർച്ച് വരുന്നില്ല. പോർച്ച് നമ്മൾ പുറത്താ ചെയ്യുന്നത്. ബാക്കിയെല്ലാം എങ്കിൽ കയ്യിലുള്ള എക്സ്റ്റീരിയർ റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എനിക്കൊന്ന് ഷെയർ ചെയ്യണം. എന്റെ കയ്യിലുള്ള റെഫറൻസ് ഞാനും ഷെയർ ചെയ്യാം. എന്നിട്ടൊരു സ്ട്രക്ചർ വെച്ചിട്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിംഗ് കൂടെ നടത്താം. ഓക്കെ ഓക്കെ, താങ്ക് യു.